الخلق ما لمن نالوذ به سواك عند حلول الحديث العام مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്നതിൽ അല്ലാഹു നമ്മെ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരം 7:30 കൃത്യം നടക്കും. ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ അതിൽ കൃത്യമായി എല്ലാവരും പങ്കാളികളാവണം. മറ്റൊന്ന്, നമ്മുടെ ഇവിടെ ഒരു 150ഓളം ആളുകൾ കിറ്റ് കൊടുക്കാറുണ്ട്. അതിന് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ, വലിയ സന്തോഷം നൽകുമാറാവട്ടെ. അവരുടെ ജോലിയിലും ഏർപ്പാടിലും കച്ചവടങ്ങളിലും ഒക്കെ അല്ലാഹു വലിയ ബർക്കത്തും റാഹത്തും നൽകുമാറാവട്ടെ. മറ്റൊരു സംഗതി ഓർമ്മപ്പെടുത്താനുള്ളത്, അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ വളരെ സന്തോഷത്തോടുകൂടി നടന്നു വരുന്നു. വാടക ഇനത്തിലൊന്നുമില്ല, മറ്റ് കാര്യമായ വരുമാനങ്ങളൊന്നുമില്ല. നമ്മൾ 2 പെരുന്നാളിന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് കുറച്ച് വരുമാനം ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ സ്ഥാപനം നടന്നു പോകാറുള്ളത് എന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. വാഴക്കാട് ടൗണിൽ 1-2 പീഡിയ റൂം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അത് തന്നെ മതിയാകുമായിരുന്നു ഇതിൻ്റെ ചെലവ്. ഒരു 40,000-ലേറെ രൂപ ഓരോ മാസവും വരുന്നു. എവിടുന്ന് എങ്ങനെ കിട്ടും എന്നതിനെ കുറിച്ച് ഇത് നടത്തിപ്പോകുന്നവർക്ക് പോലും ഒരു പിടുത്തമില്ല. സംഗതി ഒത്തുപോകാറുണ്ട്. ഇതുവരെ വഷളായിട്ടില്ല. വഷളാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആത്മാർത്ഥമായി നിങ്ങൾ ദുആ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സംഭാവനകൾ കൊണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത് എന്ന് ഓർത്ത് നാം ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും ചെറിയൊരു സംഖ്യ എഴുതാറുണ്ട്. അത് ഇങ്ങനെ കൂടുതൽ പറയാതെ തന്നെ നിങ്ങൾ എഴുതുന്നവരാണ്. അപ്പോൾ കാര്യമായ നിലയ്ക്ക് സഹായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അതുപോലെ നാമുമായി ബിസിനസ്സിൽ ബന്ധമുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അവർ കൊടുത്തതിൻ്റെ കൂലി അതുപോലെ കൂലി നമുക്ക് കിട്ടും. നമ്മുടെ കുറെ ആളുകൾ ഗൾഫിൽ നിന്ന് റിട്ടയർഡായി നാട്ടിലപ്പോൾ നമ്മുടെ ബാപ്പുവിനെ പോലെ അങ്ങനെ കുറച്ച് ആളുകൾ നേരത്തെ കാര്യമായി സഹായിക്കുന്ന പലരും ഇപ്പോൾ നാട്ടിലാവും വേണ്ടതുപോലെ സഹായിക്കാൻ കഴിയില്ല. അപ്പോൾ ആ നിലക്കുള്ള ഭേദാവും ഇടങ്ങേറൊക്കെ ഉണ്ട്. നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്താന്നൊക്കെ എല്ലാവർക്കും സ്ഥിതി തന്നെയാണ്. എല്ലാ ആളുകളും 40,000 രൂപയിലേറെ അവിടെ വരും. അതിപ്പോൾ എങ്ങനെ ആകും എന്നുള്ള വളരെ അറിയുള്ളൂ. ഏതായിരുന്നാലും 40,000 4 കിട്ടുന്നത്. അപ്പോൾ 10 രൂപ മിനിമം കൂട്ടിയാൽ 10 രൂപ ഉണ്ടാവും. 10 രൂപ എന്ത് വാങ്ങാൻ കഴിയുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. നല്ല മത്തിക്ക് 200 കൊടുക്കണം, അതെ ഒമാമത്തിക്ക്. അപ്പം അങ്ങനെ കണക്കൂട്ടിയാൽ അപ്പം നമ്മളെ വീട്ടിൽ അത് വാങ്ങുന്നില്ല ചിന്തിക്കുന്നത് സംഗതി ശരിയാണ്. നമ്മളെല്ലാവരും ബേജാറാണ്. അല്ലാഹു തആല മാനം കെടാതെ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടെ മരിക്കാൻ നമുക്കും നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അൽ ഖാരിയത്തു വൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്തൂത് വതകൂനുൽ ജിബാലു കൽ യഹ്നിൽ മൻഫൂസ് ഫഅമ്മാ മൻ ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. പരിശുദ്ധ ഖുർആനിൽ നാം പലപ്പോഴും ഓതുന്ന ചില സൂറകളിൽ മൊത്തം പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കൂടുതലും പകുതിയിലേറെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും പരലോക ജീവിതത്തെ സംബന്ധിച്ചുമാണ്. നാം നിത്യം ദുആ ചെയ്യുന്ന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഈ ആയത്തിൽ നമ്മൾ നിരന്തരം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട ദുആ, അതിൽ പറഞ്ഞതൊക്കെ നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിലാദ്യം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ നന്മ വേണം.
ദുനിയാവിൽ ഏതൊക്കെ മേഖലകളിൽ നന്മ വേണോ ആ നന്മകളൊക്കെ ഞങ്ങൾക്ക് തരണം എന്നാണല്ലോ അതിന്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ നാമുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയവും നന്മ കിട്ടണം എന്നാണ് ആദ്യമായി പറയുന്നത്. വഫിൽ ആഖിറത്തി ഹസന. രണ്ടാമത് പറയുന്നത് പരലോകത്തും നന്മ വേണം. പരലോകത്ത് നന്മ എന്ന് പറഞ്ഞാൽ മരണത്തോടുകൂടി പരലോകമായി അവിടെ നിന്നിട്ടുള്ള ജീവിതം മുഴുവൻ നന്മകൾ മാത്രം ഞങ്ങൾക്ക് നൽകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണം എന്നാണ്. അപ്പൊ ഈ ആയത്തിന്റെ 2 ഭാഗവും പരലോകത്തെ സംബന്ധിച്ചാണ്. പരലോകത്ത് നന്മ വേണമെന്നുള്ളതും നരകത്തിൽ ഞങ്ങളെ കാക്കണം 2 പരലോകമാണ്. ദുനിയാവിനെ പറ്റി പറഞ്ഞത് ഒറ്റൊന്ന് മാത്രമാണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. അപ്പോ 2 ഭാഗം പരലോകത്തെ കുറിച്ചാണ് എന്നതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ അതിൽ പകുതിയിലേറെ പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നാം മരിക്കുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഈ ലോകത്തൊരു അന്ത്യമുണ്ട്. നമ്മുടെ ഈ അവസാനത്തെ പത്തിൽ നാം പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, നരകത്തിൽ എന്നെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ നരകത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണം. എന്നിട്ട് പറയും ഞങ്ങൾ സ്വർഗത്തിൽ കടത്തണം, സ്വർഗത്തിൽ ഞങ്ങളെ കടത്തണം. നരകത്തിൽ ഞങ്ങൾക്ക് വേണ്ട, നരകത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ട് സ്വർഗത്തിലാക്കണം. അപ്പൊ ഇത് കാലാകാലം ജീവിക്കാനുള്ള സംഭവമാണ് പരലോകം എന്ന് പറഞ്ഞത്. അത് 10 or 60 ദിവസം, മാസം കൊണ്ട്, വർഷം കൊണ്ട് തീരുന്നതല്ല. നമ്മിൽ പലരും ഇനിയിപ്പോ കിട്ടുന്നത് ലാഭം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരുടെ കൂട്ടത്തിലുണ്ട്. ചീക്കോട്ടെ പോലെ പറഞ്ഞ ആൾക്കാർ കിട്ടുന്നത് ലാഭമാണ്. അൽഹംദുലില്ലാഹ് ആഫിയത്ത് കൊടുത്തല്ലോ, പക്ഷെ ഇനി ആഫിയത്ത് കൊടുക്കട്ടെ. കിട്ടുന്നത് ലാഭമാണ് കണക്കൂട്ടുന്ന കുറെ ആൾക്കാർ 60 നാട്ടായാലും അങ്ങനെ ഒരു ചിന്തകൾ വരും. പടച്ചറപ്പ് നമ്മുടെ ആഫിയത്ത് നന്നാക്കി പെരുമാറാവട്ടെ. അപ്പൊ നാം പരലോകവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കാലം എത്രയാണ് എന്ന് യാതൊരു കൊടുത്തൂല്ല. ഈ പരിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച അൽ ഖാരിയ, ഭീകര സംഭവം. എന്താണ് ആ ഭീകര സംഭവം? ഒമാ അദ്റാക മൽ ഖാരിയ. ആ ഭീകര സംഭവം എന്താണെന്ന് അറിയുമോ? യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്തൂർ. മനുഷ്യരെല്ലാവരും ആകുന്ന ദിവസം. എന്താണ് ആവുക? കൽ ഫറാശിൽ മബ്തൂർ, ചിതറിപ്പറക്കുന്ന പറവകളെ പോലെ, ജീവജാലങ്ങളെ പോലെ, അല്ലെങ്കിൽ പൂമ്പാറ്റകളെ പോലെ, പാറ്റകളെ പോലെ ഇങ്ങനെ പാറുന്ന മാതിരി മനുഷ്യരാവും. ഇപ്പൊ നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ നടന്നുകൊണ്ട് നല്ല കൊടുങ്കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഇടകിപ്പോലെ. എന്നാൽ അന്ന് നമ്മളിങ്ങനെ ഉന്നം പാറുന്ന മാതിരി പാറുന്ന അവസ്ഥ വരാറുണ്ട്. ജിബാലു, പർവ്വതങ്ങളാവും. നമ്മുടെ കാടിത്ത് മലയും ഇങ്ങനെ പരിസരത്ത് നമ്മൾ മലകളുണ്ടല്ലോ, ആ മലകളൊക്കെ കൽ റഹിനിൽ മംഫൂസ്, കടഞ്ഞെടുത്ത രോമങ്ങളെ പോലെയാവും. രോമം പാറും, പർവ്വതം തലച്ച് നിൽക്കലൊക്കെ ഇളകി പറഞ്ഞിട്ട് ഇങ്ങനെ മാറി പറക്കുന്ന അവസ്ഥയാവും. എന്നിട്ട് പറയുന്നു അവൻ നന്മകളാണ് തൂക്കം കൂടുതലെങ്കിൽ, നന്മകൾ തൂക്കം കൂടുതലുണ്ടെങ്കിൽ അത് നല്ല ജീവിതമാണ്. അതേ സമയത്തോ തിന്മകൾക്കാണ് ഖനം തൂക്കുന്നതെങ്കിലോ അവൻ എത്തിപ്പെടാനുള്ളത് ഹാവിയത്തിലാണ്. ഹാവിയത്ത് എന്ന് പറഞ്ഞാൽ അതിശക്തമായ ചൂടുള്ള നരകമാണ്. പടച്ചറപ്പ് നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആ നരകത്തിൽ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇങ്ങനെ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ, ആ ഖിയാമത്ത് നാളിന് മുമ്പ് നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ലൻ തഖൂമ സഅതു തഖറു ഖബ്ലഹ 10 ആയാത്തിൽ, 10 ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്നാണ്. 10 ദൃഷ്ടാന്തങ്ങൾ. ഒന്നാമത് ദുഖാൻ, പുക. അതുപോലെ ദജ്ജാൽ. മുമ്പ് നമ്മൾ ഖുത്ബയിൽ ഒരുപാട് ആഴ്ച ദജ്ജാലിനെ പറ്റി ഒരു ദജ്ജാലിന്റെ ചരിത്രം ഒന്നപ്പോഴാണ് അതിൽ വന്നത്. ദജ്ജാൽ, വദ്ദാബത്ത്, ഒരു മൃഗം. അതുപോലെ തുലൂഉ ശംസി മിൻ മഗ്രിബിഹ, അസ്തമാനത്ത് സൂര്യൻ ഉദിക്കുക. ഇപ്പൊ ഉദിക്കുക, പടിഞ്ഞാറ് ഉദിക്കുന്ന രംഗം വരിക. അതുപോലെ നുസൂൽ ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരിക. യജൂജ് മൗജൂജ് എന്ന ഒരു വിഭാഗം, ആ 2 വിഭാഗം ആളുകളുടെ ഇറങ്ങി വരിക. വസലാസത്തു ഖുസൂഫിൻ, 3 ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്ന 3 രംഗങ്ങൾ. ഒന്ന് മശ്രിക്കിലാണ്, മറ്റൊന്ന് മഗ്രിബിലാണ്, മറ്റൊന്ന് ജസീറത്തുൽ അറബിലാണ്. ഭൂമിയിലേക്ക് താഴ്ന്നു പോവുക. ഇതിന്റെ അവസാനത്തേത് നാറുൻ തുഖ്രിജു മിനൽ യമനി തുത്റുദു നാസ ഇലാ മശ്രിഹിം, ജനങ്ങളെ അവരുടെ മഹ്ശറിലേക്ക് ആട്ടിത്തെളിക്കുന്ന തീ. അത് പരലോകത്തെ മഹ്ശറല്ല, ഈ ദുനിയാവിൽ ഒരുമിച്ചുകൊണ്ട് രംഗുണ്ടല്ലോ. ദുനിയാവിൽ തന്നെ എല്ലാവരും ഒരുമിച്ചുകൊണ്ട് രംഗുണ്ട്. വാസുദാലിക നാറുൻ, ആ തീ കണ്ടു വരുമ്പോൾ എല്ലാവരും തീയിന്റെ അകത്തോട്ട് കൂടും. അങ്ങനെ അവിടുന്നായി ഒരുമിച്ചൂടും. എന്നിട്ട് റസൂൽ ഓർമ്മപ്പെടുത്താണ്, ലാ തഖൂമു സഅതു, ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല.
ഇല്ലാ ഫീ ശിറാരിന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ കൂട്ടത്തിലല്ലാതെ, അവരുടെ കാലത്തല്ലാതെ ആളുകളൊക്കെ മോശപ്പെട്ടവർ, അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ ഒരാളില്ലാതെ, അല്ലാഹ് ഇബാദത്താൻ ചെയ്യാൻ ഒരാളും ഇല്ലാത്തൊരു കാലം ഇവിടെ വരും. ആ സമയത്താണ് എന്ത് വരിക? ഖിയാമത്ത് നാൾ വരിക. അല്ലാഹ് നാക്കോട് പറയുന്നുണ്ടോ, പക്ഷെ മനസ്സറിഞ്ഞ് പറയുന്നൊരു വിഭാഗം ഉണ്ടാവില്ല. അല്ലാഹ് പാട്ടിൽ പാടുന്നുണ്ടാവും, അതുപോലെ കവിതയിൽ ചൊല്ലുന്നുണ്ടാവും, പക്ഷെ അതല്ല, അല്ലാഹുവിനെ ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ ലോകത്തില്ലാത്ത സമയത്താണ് എന്ത് വരിക? ഖിയാമത്ത് നാൾ വരിക. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഖിയാമത്ത് നാളെല്ലാം നമ്മുടെ ഇക്കാലത്ത് നടന്നാൽ, സംഭവിച്ചാൽ നമ്മൾ ആരായി മാറും? ശിറാറുൻ നാസാവും. ജനങ്ങൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകൾ നമ്മളാവും. അങ്ങനെ നമ്മുടെ കാലത്ത് ഖിയാമത്ത് നാൾ വന്നാലോ നമ്മള് ആ ഒറ്റ പോക്കിന് നരകത്തിലേക്കാളും പോവുകയും ചെയ്യും. അല്ലാഹു തആല നമ്മുടെയോ നമ്മുടെ പരമ്പരയിൽപ്പെട്ടവരൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാകട്ടെ, നമ്മൾ അങ്ങനെ വരട്ടെ. നമ്മുടെ കാലത്ത് ഏതാനും അല്ലാഹു തരാതിരിക്കട്ടെ, നമ്മുടെ കാലക്കാരും അല്ലാഹു തരാതിരിക്കട്ടെ. അങ്ങനെ ഒരു ദുരന്തം അനുഭവിക്കാത്ത നിലക്കുള്ള ജീവിതം പടച്ചുറപ്പ് നമുക്ക് നൽകുമാറാവട്ടെ. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ദൃഷ്ടാന്തമാണ്. ആദ്യം ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നടന്ന് കഴിഞ്ഞു, ഒന്നും ഇനി പൂർത്തിയാക്കാനില്ല, എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോ ആ നിലക്കുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഖിയാമത്ത് നാൾ ഒരടയാളം പറഞ്ഞാല് ഒരാളിങ്ങനെ റോഡിലൂടെ പോവാണ്, ഒരാളും പെണ്ണും അപ്പുറത്ത് നിന്ന് അനാശാസ്യം നടത്തുകയാണ് എന്ന് തോന്നിയിട്ട് അതിലൂടെ മാറിപ്പോകുന്ന അവസ്ഥ, തീരെ ലജ്ജയില്ലാതെ അനാശാസ പ്രവർത്തനങ്ങളിലെ ഏർപ്പെടുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ കണ്ടാൽ അത് ഖിയാമത്ത് നാളിൽ ഒരു അടയാളപ്പെട്ട ഒരു അടയാളമാണ്. അത് ഇന്നുണ്ടോ എന്ന് നമുക്ക് ആലോചിച്ചാൽ നമ്മുടെ പരിസരങ്ങൾ തന്നെ റമദാനിലായിരുന്നു ഈ വർഷത്തെ എന്തുണ്ടായിരുന്നത്? ഈ SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സെന്റ് ഓഫ്, ഒരു ഓഫ് സെന്റ് ഓഫ് ഒരു പരിപാടി, ആ പരിപാടി നടത്തുന്നത് പല സ്ഥലത്തും ഞാൻ അനുഭവപ്പെട്ടത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ട പല സംഗതിയൊക്കെ വളരെ ബേജാറാണ്. പടച്ചറമ്പ് നമ്മുടെ മക്കളെ, നമ്മുടെ കൂട്ടുകാരെ മക്കളെ, നമ്മുടെ നാട്ടിലെ മക്കളെ ഒക്കെ അതിൽ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ദുആ ചെയ്യുക. അതോടുകൂടെ നമ്മുടെ മക്കളെ നാം വീട്ടിൽ വേണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്തും ചെയ്യാവുന്നതാണ്. റമദാൻ പരസ്യമായ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല, പരസ്യമായിട്ട് മിഠായി ഈമ്പിക്കുന്നതിന് പ്രശ്നമില്ല, കൊടുക്കുന്നതിന് പ്രശ്നം, അതുകൊണ്ട് ഇട്ടു കൊടുക്കുകയാണ് റമദാനിൽ പോലും. അള്ളാഹു നമുക്കാക്കുമാറാവട്ടെ. അപ്പോ ആദ്യത്തെ ഒന്ന് ദജ്ജാലിന്റെ ഇറക്കമാണ്. ഇറങ്ങുമ്പോഴേക്കും ഈ പരിസരത്തിന് മാറ്റം സംഭവിക്കും. പിന്നെ വരുന്നത് മഗ്രിബിൽ നിന്നും സൂര്യൻ ഉദിക്കാനാണ്. അപ്പോൾ ആ വാനലോകത്തെ മാറ്റങ്ങൾ സംഭവിക്കും. ഭൂമി ലോകത്തെ മാറ്റം ദജ്ജാൽ വരുന്നതോട് സംഭവിക്കും. വാനലോകത്തെ മാറ്റങ്ങൾ ഈ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കലോടുകൂടി സംഭവിക്കും. ഈ ഒറ്റക്കണ്ണനായ ആ ദജ്ജാലിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാത്ത ഒരു പ്രവാചകനുമില്ലാണ്. 1 ലക്ഷത്തിൽ പരം വരുന്ന അമ്പിയാക്കൾ, അല്ലെങ്കിൽ 2 ലക്ഷത്തിൽ പരം വരുന്ന അമ്പിയാക്കൾ, അവരെല്ലാവരും അവർക്കുണ്ടായിരുന്ന സമൂഹത്തെ ഇതിനെ കുറിച്ച് താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ വരാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് റസൂൽ പറയുന്നു, ഭൂമിയിൽ ഇവന്റെ അത്ര ഒരു കുഴപ്പമുണ്ടാക്കുന്ന വേറെ സംഗതി ഉണ്ടായിട്ടില്ല. ഭൂമിയിൽ ഇവൻ ഇറങ്ങുന്ന അത്രയും ഒരു കുഴപ്പം വേറെ ഉണ്ടാവില്ല. അത്രയും വലിയ ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന. അല്ലാഹു നമുക്കാക്കുമാറാവട്ടെ. എന്താണ് ചങ്ങായി സ്വഭാവം? അന്നഹു റജുലുൻ ഷാബുൻ, നല്ല ചെറുപ്പക്കാരനാണ്. അവന്റെ കളറ് ചുവപ്പ് കളറായിരിക്കും. അതുപോലെ ഖസീറാണ്, ഒരു വലിയ നീളമുള്ളതാണ്, കുറിയ മനുഷ്യനാണ്, ഒരു ചെറിയ മനുഷ്യനാണ്. ചടകുത്തിയിട്ട് വിശാലമായ നെറ്റിത്തടം, നല്ല വിശാലമായ നെറ്റിത്തടം, അവന്റെ നെഞ്ച് നല്ല വിശാലമായത്, ഒരു ഫലത്തെ കണ്ടാവൂല. അവന്റെ ഇടത്തെ കണ്ണിലാണെങ്കിലോ നല്ല ഗൗരവമുള്ള ഒരത്ത ഒരു നഖമുണ്ടാകും. അവന്റെ ഈ 2 കണ്ണിനിടയിൽ കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ നിരക്കുള്ള ഒരു മനുഷ്യനാണ് ദജ്ജാൽ എന്ന് പറയുന്നത്. അവൻ എല്ലാ മുസ്ലിമും ആ എഴുത്തിൽ വായിക്കാൻ കഴിയും. മുസ്ലിംകൾക്കൊക്കെ ആ എഴുത്ത് കാണുമ്പോഴേക്കും ഇത് കാഫിറാണ് മനസ്സിലാക്കാൻ കഴിയും, വായിച്ച് മനസ്സിലാക്കും. അവൻ മക്കളില്ലാത്ത, സന്താനമില്ലാത്ത,
അഖീമാണ്, അവന്റെ കൂടെ സ്വർഗമുണ്ട് നരകമുണ്ട് ഒക്കെ കാണിക്കുവാൻ ഓങ്ങട്ട് ഇറങ്ങിയിട്ട് അതാണ് ഏറ്റവും വലിയ ഫിത്ന എന്ന് പറഞ്ഞാൽ അതാണ്. സ്വർഗത്തെ കാണിക്കും, പക്ഷെ അവൻ കാണിക്കുന്ന സ്വർഗം നരകമായിരിക്കും. അവന്റെ കയ്യിൽ നരകമുണ്ട്, ആ കാണിക്കുന്ന നരകം അത് സ്വർഗമായിരിക്കും. അപ്പൊ നരകത്തെ പേടിച്ച് ഓടാതെ അവൻ കാണിക്കുന്ന നരകത്തിലേക്ക് പോകാൻ കഴിയണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കഴിയുമെന്ന്. അവൻ കാണിക്കുന്ന നരകം അത് ഈ പറഞ്ഞ തീക്കട്ടനെയാണല്ലോ, തീക്കുണ്ടാരമാണല്ലോ. ആ തീക്കുണ്ടാരം കാണിച്ച് അവൻ പേടിപ്പിക്കപ്പെടുന്ന ആ നരകത്തിലേക്ക് ഓടിയെടുക്കാൻ കഴിയുന്നോ, രക്ഷപ്പെടാൻ കഴിയും. അതാണ് ആ ശിറാറുനാസിന്റെ ഇവരിറങ്ങുന്ന കാലത്ത് നമ്മൾ ഉണ്ടാവരുത് നമ്മൾ തുറക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ കാലത്ത് ആ സംഭവം ഉണ്ടാവരുത്. അതുപോലെ അവന്റെ കൂടെ വെള്ളമുണ്ട്, അതുപോലെ റൊട്ടികളുണ്ട്, ആകാശത്തോട് മഴ വർഷിക്കാൻ വേണ്ടി പറയുമ്പോൾ മഴ ഇങ്ങനെ പെയ്യും. അതുപോലെ തന്നെ ഭൂമിയിൽ നിധികളൊക്കെ അവന്റെ പിന്നാലെ കൂടും. മഴ വർഷിക്കുന്ന അതേ വേഗതയിലാണ് അവന്റെ നടത്തത്തിന്റെ ദീർഘം. പെട്ടെന്ന് നടന്ന് അവൻ നടക്കാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ നടക്കാൻ കഴിയും. അവൻ പുറപ്പെടുന്ന സ്ഥലം ഖുറാസാനിൽ നിന്നാണ് പുറപ്പെടുക. മക്കയും മദീനയും അല്ലാത്ത എല്ലാ സ്ഥലത്തും ആ ചങ്ങായി കയറും. നമ്മുടെ വാഴക്കാട്ട് വരും, എന്തായാലും വരും, എല്ലാ സ്ഥലത്തും വരും. എവിടെ വരൂല? മക്കയിലും മദീനയിലും വരൂല. ആകെ 40 ദിവസമാണ് അവൻ ഇവിടെ താമസിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ദിവസം ഭൗതിക ലോകത്തുള്ള ഒരു വർഷം കഴിഞ്ഞു പോകാൻ 365 ദിവസം എടുക്കും. അത്രയും ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം ഫസ്റ്റ് ദിവസമാണ് കഴിയാൻ. ഫസ്റ്റ് കണ്ട് ഇറങ്ങി ആ ദിവസം കഴിഞ്ഞ് കിട്ടണമെങ്കിൽ 365 ദിവസം കഴിയാൻ എത്ര സമയം എടുക്കും? അത്രയും സമയം കഴിയാൻ തീർത്തിട്ടാൻ ഇടങ്ങാറായി പോകും. രണ്ടാമത്തതോ ഒരു മാസത്തിന്റെ വിദൂരം ഉണ്ടാവും രണ്ടാമത്തെ ദിവസം. മൂന്നാമത്തെ ഒരാഴ്ചയുടെ ദിവസം. ഇങ്ങനെ 3 കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങളൊക്കെ നമ്മൾ അതേ ദിവസങ്ങളെ പോലെ തന്നെ കഴിയും. അപ്പൊ മൊത്തത്തിൽ 439 ദിവസമാണ് ഇവിടെ താമസിക്കുക. ആ ഒരു കൊല്ലത്തെ വൈദ്യുതി കൂട്ടിയാൽ 439 ദിവസം അവന് കഴിയും. ആ കഴിയലിൽ എല്ലാ ഫിത്നയും അവനോട് ഉണ്ടാക്കുന്ന എല്ലാ ഫിത്നയും ഉണ്ടാക്കും. ആദ്യം രക്ഷപ്പെടൽ നിഷ്കളങ്കരായ നല്ല ഇഖ്ലാസുള്ള മുഅ്മിനീങ്ങൾക്ക് മാത്രം രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു അതിനൊക്കെ രക്ഷപ്പെട്ട ഒരു സമൂഹമായി അല്ലാഹു നമ്മെ ഏറ്റെടുക്കുമാറാവട്ടെ. പിന്നെ യഖ്റുജു ഫി ആഖിർ സമാൻ റജുലുൻ മിൻ അഹ്ലി ബൈത്തിഹി, പിന്നെ അഹ്ലു ബൈത്തിൽ നിന്ന് പിന്നെ ഉണ്ടാകുന്ന ഒരു സംഭവം, റസൂലുള്ളാഹിയുടെ കുടുംബ പരമ്പരയിൽ ഒരാൾ പുറപ്പെടും. യുഅയ്യിദു ബിദ്ദീൻ, ഈ ദീൻ അദ്ദേഹത്തെയും ശക്തിപ്പെടുത്തും. യംലഖു സബ്യ സനീൻ, 7 വർഷം ഇവിടെ ഭരണം നടത്തും. 7 വർഷം. യംലഉൽ അർള അദ്ലൻ, ഭൂമിയിൽ നീതി മാത്രമേ മൂപ്പര് നടപ്പാക്കുകയുള്ളൂ. തൻഫമുൽ ഉമ്മത്തു, ആ സമയത്ത് സമൂഹമൊക്കെ വളരെ സന്തോഷത്തിൽ ജീവിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണ് ആരക്കൊല്ല? ദജ്ജാലിനെ കൊല്ല. ആ കൊല്ലാൻ വേണ്ടി ഈസാ നബി വരുമ്പോൾ ആ ഈസാ നബിക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നത് ആരായിരിക്കും? ഈ വരുന്ന ഈ റസൂലുള്ളാഹിയുടെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഇദ്ദേഹമായിരിക്കും. അദ്ദേഹം ഇമാമത്ത് നിൽക്കും. ഈസാ നബി പിന്നാലെ നിസ്കരിക്കും. അത് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഇമാം മഹ്ദി തങ്ങളാണ്. ഇതാണ് മറ്റൊരു അടയാളം. മറ്റൊന്ന് യജൂജ് മജൂജാണ്. അത് 2 കുടുംബമാണ്, 2 കബീലയാണ്. അദീമത്താനി വലിയ, അത് ഇപ്പോഴുള്ളത് തന്നെയാണ്, ഇപ്പോഴും ഉള്ളതാണ്. അന്ന് പ്രത്യേകമായിട്ട് ഉണ്ടാകുന്നതല്ല, ഇപ്പോഴും ഉള്ളതാണ്. അത് യാഫത്ത് എന്ന ആളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടതാണ്. മൂപ്പർ വന്നാൽ പുകഞ്ഞതിര വെറും ഫിത്രിയായിരിക്കും അദ്ദേഹം ഉണ്ടാക്കുക. അതിനുശേഷം മറ്റൊന്ന് വരുന്നത് ദുഖാനാണ്, പുക. ആ പുകയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ദുഖാനിൽ കാണാം, ഒരു വ്യക്തമായ പുക വരുന്ന ദിവസം എന്ന് പറഞ്ഞ് സൂറത്ത് ദുഖാനിൽ സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു ജനങ്ങളൊക്കെ കൂടുന്ന പുകയാണ്. പുകങ്ങട്ട് നിറഞ്ഞാൽ പിന്നെ ആളുകൾ നടക്കാൻ കഴിയില്ലല്ലോ. ആ നിലക്ക് വലിയൊരു ശിക്ഷയുടെ പുകയായിരിക്കും അത് എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന് ദാബത്ത് പുറപ്പെടലാണ്, മൃഗം. പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ അടയാളങ്ങളെല്ലാം അങ്ങ് പൂർണ്ണമാകുമ്പോഴാണ് ആര് പുറപ്പെടും? ഈ മൃഗത്തെ സംബന്ധിച്ച് തന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഒട്ടകത്തെ അറുത്തപ്പം അതിന്റെ കുട്ടി ഓടിപ്പോവുകയും ആ കുട്ടി ഒരു പാറക്കൊത്തിൽ ഒളിക്കുകയും ആ മൃഗമാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന ക്യാമനാൾ അടുക്കുമ്പോൾ പുറത്തു വരുന്ന മൃഗം എന്നും കിതാബുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഈ അടയാളങ്ങളൊക്കെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ അവസാനം ഉണ്ടാകുന്ന ഒരു സംഭവം നേരത്തെ പറഞ്ഞ ആ ഖുറൂജുൻ നാറാണ്. അല്ലത്തി തത്റുൻ നാസ ഇലാ മഹ്ശരി, ജനങ്ങളൊക്കെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടും.
വഹാദൽ ഹശ്റു ഫി ദുനിയാ ഖബലൽ ആഖിറ. പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന ആ മഹ്ശറല്ല, ദുനിയാവിൽ തന്നെ നമ്മെ എന്ത് ചെയ്യും? എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അത് ഷാമിലാണ് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുക. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതുക. അത് മുഖേനയാണ് ലോകം മുഴുവൻ നശിക്കുക. ഇങ്ങനൊരു സംഭവം വരാനുണ്ട്. ഇത് വിശ്വസിക്കൽ മുഅ്മിനുകളായ നമുക്ക് നിർബന്ധമാണ്, നിർബന്ധ ബാധ്യതയാണ്. ഈ വിശ്വാസം നമുക്കില്ലേ? ഈ കളത്തിൽ നാം പുറത്താണ്. ഏത് കാലത്തിൽ? ഇസ്ലാം എന്ന കാലത്തിൽ നമ്മൾ പുറത്താണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആ സംഭവിക്കുന്നത് വരെ ഞാൻ ഉണ്ടാവും നമുക്കറിയില്ല. അതേ സമയത്തോ അതുകൊണ്ട് നാം മരിച്ചു പോകാം. ഈ മരണ സമയത്ത് നമുക്ക് ഈമാൻ കിട്ടി മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. മറിച്ച് ഈമാനില്ലാതെ ചത്തുപോയാലോ, ഈമാനില്ലാതെ മരിച്ചു പോയാലോ അവൻ നരകത്തിലേക്ക് പോകും. ഈമാൻ എന്ന് പറയുന്ന സാധനം എത്രയോ ആളുകൾ നല്ല നിലക്ക് ജീവിച്ച് വലിയ 140 കൊല്ലം ഒരു 40 കൊല്ലം പള്ളിയിലെ വിവാദത്തുമായി, പള്ളിയിലെ ബാങ്കൊടുക്കലുമായി ബന്ധപ്പെട്ട ഒരു മുഅദ്ദിൻ, ബാങ്കൊടുക്കുക എന്നത് ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. 40 കൊല്ലം മൂപ്പര് ആ നിലക്ക് ജോലി സേവനം ചെയ്തിട്ട് അവസാനം മരിക്കും, ഈമാൻ കിട്ടാതെ മരിച്ചു എന്നാണ്. അങ്ങനെ വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. നല്ല വിഷയങ്ങളുമായി തന്നെ ജീവിച്ച മനുഷ്യന്മാർ അവസാനം ഈമാനില്ലാതെ ചത്തുപോകും. അതേസമയം ചീത്ത കാര്യങ്ങൾ ബന്ധപ്പെട്ട് ജീവിച്ച ആള് അവസാനം ഇങ്ങനെ നന്നായി മരിക്കുകയും ചെയ്യും. നമുക്കറിയാമല്ലോ, പിന്നെ അയിനജസായ നായക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ വ്യഭിചാരിയായ സ്ത്രീ സ്വർഗത്തിൽ കടന്നു റസൂൽ പറഞ്ഞില്ലേ? ആ പെണ്ണ് വളരെ മോശപ്പെട്ട പെണ്ണാണ്. പക്ഷെ ആ പെണ്ണ് ചെയ്ത സൽക്രമം എന്താണ്? ദാഹിച്ചു വരഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തു എന്നൊറ്റ കാരണത്താൽ ആ പെണ്ണ് എവിടെ പോയി? സ്വർഗത്തിലേക്ക് പോയി. പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു സ്മാനിയെത്താൻ നല്ല പെണ്ണ് അനാവശ്യം ചെയ്യാതെ പക്ഷെ അവസാനം ചെയ്ത പണി എന്താണ്? പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല. ആ കാരണത്താൽ നരകത്തിലേക്ക് പോയി ചെയ്തു. ഇതൊക്കെ റസൂൽ പറഞ്ഞതാണല്ലോ. അപ്പൊ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് ഒരാളെ പ്രവർത്തനം നിർവചിക്കാൻ പറ്റൂല. അയാൾ ഇങ്ങനെ കാട്ടിക്കൂട്ട് നമുക്ക് ദീനിന് മസല പറയേണ്ടി വരും. അതേ സമയത്ത് അയാൾ നരകത്തിലാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല, അയാൾ സ്വർഗത്തിലാണെന്ന് പറയാൻ പറ്റില്ല. സ്വർഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് ആ നിലക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നല്ലാതെ അയാൾ സംബന്ധിച്ച് വിധി എഴുതാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഭൗതിക ലോകത്തുള്ള ജീവിതത്തിൽ എത്ര കിട്ടിയതൊക്കെ കിട്ടിയാലില്ല, ഇനി എത്ര കിട്ടും ഒരു തീരുമാനം നമുക്കില്ല. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതം കഴിവിന്റെ പരമാവധി അല്ലാഹു തആല ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം ഈ സമയം ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട് ജീവിച്ച, അവരുമായി അവർ ഖിദ്മ ചെയ്ത് ഞാൻ ബാക്കി കിട്ടിയ നേതാവാണ്, ഒരു വലിയ നേതാവാണ്. അദ്ദേഹം ഒരിക്കൽ പറയുന്നു, 8 കാര്യം അവരിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രവാചകന്മാരുടെ കൂടെ നടന്നിട്ട് 8 കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ 4 മനുഷ്യൻ സൂക്ഷിക്കണം. മനുഷ്യൻ എപ്പോഴും സൂക്ഷിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. 2 എപ്പോഴും ഓർക്കണം, 2 എപ്പോഴും നടക്കണം, തീരെ ഓർക്കാൻ പാടില്ല, 2 ഓർത്തുകൊണ്ടേയിരിക്കണം. 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൽ ഒന്നാമത് പറയുന്നു, നിസ്കാരത്തിൽ ഖൽബ് ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ ഖൽബ് എവിടേക്കൊക്കെ പോകണ്ടോ ആ നിസ്കാരത്തിൽ അല്ലാഹുവുമായുള്ള മുനാജാത്ത്, മുഅ്മിനുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിന്റെ അതേ മിഅ്റാജാണ് നിസ്കാരം നടന്നത്. ആ നിസ്കാരം നമ്മുടെ ഖൽബ് അടക്കി നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്റെ കൂട്ടുകാരെ, എന്റെ രക്ഷിതാക്കളെ, എന്നെ സംബന്ധിച്ച് ഞാൻ പരസ്യമായി പറയട്ടെ, കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ട് ചിലപ്പോ ആശുപത്രിയിലേക്ക് കൊടുത്തപ്പെടാം, നമ്മളിങ്ങനെ അങ്ങനൊക്കെ കുടിച്ച വാദ്യം മാത്രം ചിന്തിച്ച് ആയത്ത് മാത്രം ചിന്തിച്ച് ഇങ്ങനെ പോയി ഇങ്ങനെ കുറെ പോയി ചിലപ്പോ അത്തയ്യാത്തത് പാടെ ചിലപ്പോൾ ശ്രദ്ധമാവുന്നു. ഇങ്ങനെ ശ്രദ്ധ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അങ്ങനല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്, നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരേ ശ്രദ്ധയിൽ അള്ളാന്റെ മുമ്പിലാണ്, പടച്ചോന്റെ മുമ്പിലാണ്. എന്ന ശ്രദ്ധയോടുകൂടി പൂർത്തിയാക്കി നിസ്കരിക്കാൻ കഴിയാറുണ്ടോ? കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു, അത് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ ഖൽബ് അല്ലാഹുവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ നിർത്താൻ നിങ്ങൾ ശ്രമിക്കണം. രണ്ടാമത് പറയുന്നു, അന്യ വീട്ടിലെത്തുമ്പോൾ ഒരു അന്യ ആളുകൾ കൂടുന്ന സമയത്ത് കണ്ണു സൂക്ഷിക്കണം. അന്യ വീട്ടിലെത്തുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ അവിടെ പെണ്ണുങ്ങൾ ഉണ്ടാവും. അന്യ പെണ്ണുങ്ങളെ നോക്കുന്നതിൽ നിങ്ങളെ കണ്ണ് സൂക്ഷിക്കണം. ഹറാമ് കാണാൻ പാടില്ല. ഹറാമിൽ നിന്ന് കണ്ണിനെ സൂക്ഷിക്കാൻ കഴിയണം. അതിലും നമ്മൾ പിന്നിലല്ലേ. മൂന്നാമത് പറയുന്നു, ഭക്ഷണത്തിന് മുമ്പിലെത്തിയാലോ വായന സൂക്ഷിക്കണം. ഒക്കമാടൊക്കെ അടിച്ചു കയറ്റരുത്. ആ വിഷയത്തിൽ പറഞ്ഞ നമ്മളൊക്കെ കണക്കല്ലേ അല്ലെ? നോമ്പ് തുറക്കുന്ന സമയത്ത് എത്ര നമ്മളൊക്കെ കഥ എത്ര കിട്ടിയാലാണ് കേട്ടത്. അപ്പൊ ഈ 3 വിഷയത്തിൽ നമ്മളെ കാര്യം ബേജാറാണ്. നാലാമത് പറയുന്നു, ജനങ്ങൾക്കിടയിൽ വരുമ്പോൾ നാവ്
ആളുകളെ കൂട്ടത്തിൽ നാവിനെ സൂക്ഷിക്കുക. അനാവശ്യം പറയാതെ, ചീത്ത പറയാതെ, ഒരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വർത്തമാനം സംസാരം നാവിനെ സൂക്ഷിക്കുക. എന്താണ് ഈ നാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനമാണ് നാവ് എന്നുള്ളത്. ആ നിലക്ക് സംരക്ഷിച്ച നാവിനെ, ആ നാവ് കൊണ്ട് അനാവശ്യം പറയാതെ ദിക്ർ ചൊല്ലാതെ, എത്ര ദിക്ർ നമുക്ക് ചൊല്ലാണ്ട്, പക്ഷെ ദിക്ർ ചൊല്ലിയോട് കഴിഞ്ഞാൽ വേറെ ദിക്ർ അല്ലെ. വണ്ടിയിലൊക്കെ നമ്മൾ ബസ്സിലൊക്കെ കോഴിക്കോട് പോവുകയാണെങ്കിൽ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയോടുക്കണമെങ്കിൽ പിന്നെ വേറെടോ എത്തിയിട്ടുണ്ടാവും. സ്വലാത്ത് ചൊല്ലിയോണ്ടാ കയറിയത്. സ്വലാത്ത് കുറച്ചാണ് ചൊല്ലിയപ്പോൾ കുറച്ചടുത്ത് പിന്നെ റൂട്ട് മാറിയിട്ട് പിന്നെ വേറെടുക്കല്. ഇന്റെ കഥ ഞാൻ പറഞ്ഞത് നിങ്ങളെങ്ങനെ എനിക്കറിയില്ല. നിങ്ങളെ അതിലൊക്കെ മെച്ചപ്പെട്ടവരായിരിക്കും ഞാൻ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മളെ മെച്ചപ്പെടുത്തി തരട്ടെ. അപ്പൊ നിയന്ത്രിക്കാൻ കഴിയില്ല. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. പിന്നെ അവിടുന്ന് പറഞ്ഞ മറ്റൊരു കാര്യം, അള്ളാഹുവിനെ ഞങ്ങൾ എന്ത് ചെയ്ത് നല്ലതുപോലെ ഓർക്കണം. അള്ളാഹു നിങ്ങൾ എപ്പോഴും ഓർക്കണം. അള്ളാഹ് എന്ന് ഓർത്തുകൊണ്ടിരിക്കണം. അതുപോലെ മരണത്തെ ഓർക്കണം. മരിക്കണല്ലോ, എനിക്ക് മരിക്കണല്ലോ എന്നൊരു ചിന്ത 20 പ്രാവശ്യം ഒരു ദിവസം ആ ചിന്ത ഉണ്ടായാൽ, മരിക്കണം എന്ന ചിന്ത ഉണ്ടായാൽ തന്നെ എന്തുണ്ട്, ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടും എന്നൊരു ഹദീസ് കണ്ടിട്ടുണ്ട്. ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടും. 20 പ്രാവശ്യം ഒരു ദിവസം മരണത്തെ ഓർത്താൽ രാവിലെ പകലേക്ക് ഇങ്ങനെ ഓർക്കുക. ഒരു ദിവസം നമുക്ക് ഓർമ്മ ഉണ്ടാവും, പിറ്റേന്ന് പോകുന്നു, പിന്നെ മറന്നു വേണം, മറ്റാൾ ബാക്കിൽ കൂടി ഇങ്ങനെ മറപ്പിക്കണം. അപ്പൊ മരണത്തെ ഓർക്കുക, അള്ളാഹ് ഓർക്കുക. നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ മറക്കേണ്ട സംഗതി ഏതാണ്? നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ മറക്കുക. അതിങ്ങനെ മനസ്സിലുണ്ടാ, ഞാൻ കുഴപ്പമില്ല എന്ന് മനസ്സിൽ വരും. ഞാൻ തിരക്കടില്ല, ഞാൻ ഇത് അത്ര കൊടുത്ത്, ഇത് ഇത്ര കൊടുത്ത്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇത് ഇങ്ങനെ മനസ്സിലാ, ഞാൻ കുഴപ്പമില്ലാതെ അതുണ്ടായിരുന്നു. അതൊക്കെ മറക്കുക. മറ്റൊരാൾ നമുക്കെതിരെ ചെയ്ത തിന്മകളൊക്കെ നമ്മൾ അതും മറക്കുക. ഓനത് ചെയ്ത് ഓന്ത് പറഞ്ഞു മറ്റു പറഞ്ഞു അത് മറക്കുക. ഇതും മറക്കണം, നമ്മൾ ചെയ്യുന്ന നന്മകളും മറക്കണം. ഇതാണ് മറക്കേണ്ട 2 കാര്യങ്ങൾ. ഓർക്കേണ്ട 2 കാര്യങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, അതുപോലെ തന്നെ മരണത്തെയും ഓർക്കണം. ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ഈ കാര്യങ്ങൾ, ഈ 8 കാര്യങ്ങൾ പ്രവാചകന്മാരെടുത്ത് ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊക്കെ എങ്ങനെയെന്ന് നമ്മൾ ആലോചിക്കാം. എന്ന് കഴിഞ്ഞ പരമാവധി നമ്മൾ അവസാന കാലത്തെ ചണ്ടി ചവറുകളാണ്, ഈമാൻ കുറഞ്ഞ ആൾക്കാരാണ്, ഇഖ്ലാസ് ഇല്ലാത്തവരാണ്. അതൊക്കെ ശരിയാണ്. എന്നാൽ നമ്മൾ ശ്രമിച്ചാൽ അല്ലെ, ഒരു പർവ്വതം എന്തായാലും ആ പൊന്തിച്ച കഴിയുന്ന ഉറപ്പാണ്. ഒരാൾ വന്നിട്ട് ഇതൊന്ന് പൊന്തിച്ചത് നമ്മൾ കൂടി കൊടുക്കുക, നമ്മൾ ശ്രമിച്ചു നോക്കുക. ഒരു പക്ഷേ അള്ളാഹു തആല കഴിവെന്നാലോ പച്ചടക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കൂടിയുള്ള കൂലി നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിസ്കാരത്തിൽ കൽബൊന്നും ഇങ്ങനെ കിട്ടുമെന്നും ശ്രമിച്ചു നോക്കുക. ചിലപ്പം 1 റക്അത്തിൽ കിട്ടിയെന്ന് വരും, അല്ലെങ്കിൽ 2 റക്അത്തിൽ കിട്ടിയെന്ന് വരും, അല്ലെങ്കിൽ 4 റക്അത്തിൽ അവസാനത്തിൽ കിട്ടിയെന്ന് വരും. അങ്ങനെ കിട്ടി പൂർണ്ണമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിഞ്ഞാലോ അൽഹംദുലില്ലാഹ് നമുക്ക് സമാധാനിക്കാം. അങ്ങനെ പറഞ്ഞ 4 കാര്യങ്ങളിലും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, നിങ്ങൾക്കറിയില്ലേ മഹതികളായ സഹോദരിമാർ വളരെ ഇൻഷാല്ലാഹ് 27 നമ്മുടെ പള്ളി തുടങ്ങി അന്ന് മുതൽ നടക്കുന്ന ഒരു വലിയ ചടങ്ങാണ്. അതിനുശേഷമാണ് പല സ്ഥലങ്ങളിലും 22 ഉണ്ടായത്. അന്നേ നടത്തി വരുന്ന 22 റിയാവും ലൈലും ശനിയാഴ്ച രാത്രി, അന്നാൾ 27 അന്ന് ഇവിടെ നടക്കും. അന്നേക്ക് ആവശ്യമായ എല്ലാ ചെലവുകളും നമ്മുടെ അഷ്റഫ് ചീനക്കുഴി ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു തആല അവൻ്റെ മനസ്സിൽ എന്ത് മുറാദുണ്ടെന്ന് വെച്ചാൽ അവർക്ക് അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിൽ വന്നാൽ അവിടെ കഞ്ഞിയോടുണ്ടാവും, അത്താഴുണ്ടാവും, എല്ലാ നോമ്പ് തുറയും അതുണ്ടാവും. ഇതെല്ലാ സംഗതികളുണ്ടാവും. നമ്മൾ വന്ന് അന്നത്തെ ദിവസം ഒന്ന് ഹയാത്താക്കി അവനാണ് പറയാനുള്ള പഠനോട് പറഞ്ഞ് പള്ളിയുടെ ഉള്ളിൽ ഇട്ടിക്കാത്തിരുന്നു കൊണ്ട് പറയുമ്പോൾ പ്രത്യേക കൂലുള്ളതാണ്. അതുകൊണ്ട് പ്രായമുള്ള ആളുകളും ഒക്കെ ഒന്ന് വരണം എന്ന് ഓർമ്മപ്പെടുന്നു. അടുത്ത റമദാനിലൊക്കെ നമുക്ക് ഇതിങ്ങനെ പറയാൻ എനിക്ക് കഴിഞ്ഞോണമെന്നില്ല, ഇത് കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോണം, ആരൊക്കെ ഉണ്ടാകുന്ന പറയാൻ പറ്റും. നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ആഴ്ചയത്തോടെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അപ്പം അതുകൊണ്ട് ആ ചടങ്ങിൽ, ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തആല 1 മുതൽ ഇന്നോളം തുറക്കാൻ വേണ്ടി സൗകര്യം ചെയ്തത്, ഇനിയുള്ള ദിവസങ്ങളിൽ സൗകര്യം ചെയ്ത ആളുകൾ അവർക്കൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ, വലിയ സന്തോഷം നൽകുമാറാവട്ടെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ഗാനം ഞാൻ കേൾക്കാണ്. അലാ ത്വാല ഹാദൽ ലൈലു വസ്വറ ജാനിബുഹു
وليس إلى جنبي خليل نلاعبه فوالله لولا الله تخشى عواقبه لهديك من هذا السبيل جوانب مخافة ربي والحياء يعفني وإكرام معليا تنال مراتبه. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്ത് ഭരണം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ചുറ്റുഭാഗത്തും രാത്രി നടക്കുകയാണ്. പലപ്പോഴും നടക്കാറുണ്ട്. എന്റെ പ്രജകളുടെ സ്ഥിതി എന്താണ്, അവരുടെ കഥ എന്താണ്, അവർക്ക് ക്ഷാമമുണ്ടോ എന്നറിയാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ്, വല്ലാതെ രാത്രിയായി. പക്ഷേ രാത്രിയിൽ എന്റെ കൂടെ കളിക്കാൻ, എന്റെ കൂടെ ഉല്ലസിക്കാൻ എനിക്കൊരു കൂട്ടുകാരനില്ലല്ലോ. കളിക്കാൻ പറ്റുന്ന, എന്റെ രാത്രി ആസ്വദിക്കാൻ പറ്റുന്ന ഒരാൾ എന്റെ കൂടെ ഇല്ലല്ലോ. ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നില്ലെങ്കിൽ ഈ കിടക്കുന്ന കട്ടിലിൽ പിടിച്ചു കിളിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് സ്വർഗത്തിൽ എനിക്ക് സുന്ദരമായ സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അതിന് മെനക്കെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാട്ടുപാടുന്നു. ഒന്നാമത് മഖാഫത്തു റബ്ബി, എന്റെ റബ്ബിനോടുള്ള പേടിയാണ്. വൽ ഹയാഉ, എന്റെ ലജ്ജയുമാണ്. യഅഫുനി, എന്നെ തടയുന്നത്, ഇഫ്ഫത്തിലാക്കുന്നത്. വൈക്റാമു ബഅലിയൻ തുനാല മറാത്തിബു, എന്റെ ഭർത്താവിനുള്ള ആദരവുമാണ് ഞാൻ അത് ചെയ്യാതിരിക്കുന്നത്. റബ്ബിനെ പേടിക്കുന്നു, എന്റെ ഭർത്താവിനെ ആദരിക്കുന്നു. ഭർത്താവ് നാട്ടിലില്ല. അതുപോലെ ഈ സമയത്ത് ആരെങ്കിലും വിളിച്ചു വരുത്തിയാൽ എന്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. ഈ രാവ് നല്ലതുപോലെ സന്തോഷിപ്പിക്കാമായിരുന്നു. പക്ഷേ അല്ലാഹുവിനെ പേടിക്കുന്നു. ആരും കാണാത്ത അർദ്ധരാത്രിയല്ല, ആരെയും വിളിച്ചാൽ വരും, ആരെയും വിളിച്ചു കൂട്ടാൻ പറ്റും. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് രാത്രി ഇങ്ങനെ ഈ ഗാനം ഇങ്ങനെ പാടുമ്പോ ആ വീടിന്റെ പരിസരത്തൂടെ പോകും, ഈ പാട്ട് കേൾക്കുകയാണ്. അങ്ങനെ പാട്ട് കേട്ട ശേഷം അദ്ദേഹം സുബഹിക്ക് ശേഷം വരുന്നു. രണ്ടാമത് കതക് മുട്ടുന്നു, കതക് തുറക്കുന്നു. എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അവര് പറയുന്നു, മറ്റൊന്നുമല്ല, എന്റെ ഭർത്താവ് യുദ്ധത്തിന് വേണ്ടി പോയതാണ്. 8 മാസമായി ഇതുവരെ വന്നിട്ട്. 8 മാസം മുമ്പ് യുദ്ധത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് പുറത്തു പോയതാണ്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. അന്ന് മുതൽ ഈ സമയം വരെ എന്റെ ഭർത്താവുമൊത്തുള്ള ജീവിതം എനിക്ക് ലഭിക്കാത്തതുകൊണ്ട് സങ്കടം കൊണ്ട് പാടിപ്പോയതാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അന്ന് പ്രഖ്യാപിക്കുകയാണ്, 4 മാസത്തിൽ കൂടുതൽ ഒരാളും ഒരു ഭർത്താവും ഭാര്യയെ വിട്ടേച്ചു പോകാൻ പാടില്ല. 4 മാസത്തിൽ ഒരിക്കൽ വരണം, അവിടെ താമസിക്കണം. ആ നിലക്ക് പ്രഖ്യാപനം നടത്തുന്നു. ഈ നിലക്ക് പേടിച്ച് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിച്ച മഹദികൾ അവരൊക്കെ പ്രവേശിക്കുന്ന സ്വർഗമാണ് നാമും ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണം. ഈ 10 നിരന്തരം നാം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള മഹത്തുക്കളായ മഹദികൾ താമസിക്കുന്ന സ്വർഗത്തിലാണ്. പടച്ച റബ്ബിനെ അഫു ചെയ്യാൻ വലിയ സന്തോഷമാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നീ അഫുവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് ദോഷിയായ എനിക്ക് മാപ്പ് ചെയ്യണേ എന്ന ദിക്ർ ഒരുപാട് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഇമാമ് 3 എണ്ണം ചൊല്ലുന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. 5 വക്തിലും ഓർമ്മപ്പെടുത്തുന്നു, ഇത് ചൊല്ലണേ. ആ 3 എണ്ണം ചൊല്ലി നിർത്താതെ ആ ദിക്ർ വീട്ടിലേക്ക് പോകുമ്പോൾ, വീട്ടിൽ നിന്ന് വരുമ്പോഴും, അങ്ങാടിയിലേക്ക് വരുമ്പോഴും, ജോലി എടുക്കുമ്പോഴും ഒക്കെ ആ ദിക്ർ ചൊല്ലാൻ നാം ശ്രമിച്ച് അല്ലാഹുവിനെ മാപ്പ് വാങ്ങി ആ സ്വർഗത്തിൽ നമുക്ക് ഒത്തുകൂടാൻ കഴിയണം. പടച്ച റബ്ബ് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ട എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ സയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ ദോഷികളാണ്, അറിവ് തീരെ ഇല്ലാത്തവരാണ്. ഇഖ്ലാസ് എന്ന് പറയുന്ന സാധനം ഞങ്ങളിൽ തീട്ടുക പോലും ചെയ്തിട്ടില്ല. ചെയ്യുന്നത് ഞങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ ആത്മാർത്ഥമായി ചെയ്തു തീർക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. ഞങ്ങളെ നീ കയ്യൊഴിയല്ല അല്ലാഹ്, ഞങ്ങളെ ഭാര്യമാരെ കയ്യൊഴിയല്ല അല്ലാഹ്, ഞങ്ങളെ മാതാപിതാക്കളെ കയ്യൊഴിയല്ല അല്ലാഹ്, ഞങ്ങളെ മക്കളെയും ശിഷ്യന്മാരെയും കൂട്ടുകാരെയും ഒന്നും നീ ഒഴിവാക്കല്ല റഹ്മാനെ. എല്ലാവർക്കും നീ മാപ്പ് നൽകണം അല്ലാഹ്. ഈ പരിശുദ്ധ
പരിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കാൻ കഴിയാതെ രോഗമായി വീട്ടിൽ കഴിയുന്ന ഉമ്മമാരുണ്ട്, അതുപോലെ സഹോദരന്മാരുണ്ട്. പടച്ച റബ്ബേ, രോഗം കൊണ്ടാണ് അവർ നോൽക്കാത്തത്. അവർക്കും നീ മാപ്പ് നൽകണം അല്ലാ. അവർ ചെയ്യുന്ന അമലുകളൊക്കെ കബൂലാക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, മുദ്ദു കൊടുത്തുകൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയാതെ മുദ്ദു കൊടുത്തുകൊണ്ട് ഒരു സാഹചര്യം ഞങ്ങൾക്കൊന്നും നൽകാതെ മരണം വരെ നോമ്പ് നോൽക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. വുളൂ ചെയ്യാൻ കഴിയാതെ തയമ്മം ചെയ്തുള്ള നിസ്കാരം, ആ ഒരു അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. കസേരയിലും മറ്റും ഇരുന്നുകൊണ്ട് നിസ്കരിച്ച് വേണ്ടതുപോലെ ഭൂമിയിൽ സുജൂദ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. അത്തരം രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണം അല്ലാ, ശിഫ നൽകണം റഹ്മാനെ. പണച്ചറപ്പേ, നാളെയോ മറ്റന്നാളോ മരിച്ചു എന്ന പേര് കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾ കൂടുന്നൊരു ജനാസയായി ഞങ്ങളുടെ ജനാസയെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ മോശപ്പെട്ടവരാണെങ്കിലും പടച്ചറപ്പേ, നിന്റെ മഹാന്മാരോട് ഞങ്ങൾക്ക് വലിയ മഹബത്താണ്. അക്കാരണത്താൽ ഒരുപാട് അലിമുകൾ, ഒരുപാട് സയ്യിദുമാർ, ഒരുപാട് സജ്ജനങ്ങൾ, കാരണവന്മാരൊക്കെ പങ്കെടുക്കുന്ന ജനാസ നിസ്കരിക്കുന്ന ജനാസയായി ഞങ്ങളെ ജനാസയെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാരുടെ ജനാസക്കും ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂട്ടണം അല്ലാ. ഞങ്ങളെ മക്കളുടെ ജനാസക്ക്, ഞങ്ങളുടെ ശിഷ്യന്മാരുടെ ജനാസക്ക്, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരും ജനാസ സംസ്കാരത്തിന് കണ്ടമാനം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. ഇത് അവസാനത്തെ റമദാനാക്കരുത് റഹ്മാനെ. ഒരുപാട് റമദാനുകൾ ഇനിയും ഞങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ ആഗ്രഹമുണ്ട്, തറാവീഹ് നിസ്കരിക്കാൻ താല്പര്യമുണ്ട്. ആ നിലക്കുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ലോകത്ത് ഒരുപാട് മുസ്ലിങ്ങൾ കഷ്ടപ്പെടുന്നു, എല്ലാവർക്കും നീ സലാമത്ത് നൽകണം അല്ലാ. എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ആളുകൾക്കും നീ സലാമത്ത് നൽകണം അല്ലാ. എന്നാലേ ലോകം നിലനിൽക്കുകയുള്ളൂ റബ്ബേ. എല്ലാവർക്കും റാഹത്തും സന്തോഷവും നൽകണം അല്ലാ. മുസ്ലിമായ ഒറ്റ കാരണത്താൽ വളരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്ന വാർത്തകൾ കാണുന്നു, കേൾക്കുന്നു. അത് കാണാൻ ഞങ്ങളെ കണ്ണുകൾക്ക് കെൽപ്പില്ല അല്ലാ. പടച്ച റബ്ബേ, എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. രക്തസാക്ഷികളുടെ പവർ അവർക്കൊക്കെ നൽകണം അല്ലാ. സ്വർഗത്തിൽ ഒരുമിച്ച് മുട്ടിത്തരണം റഹ്മാനെ. ഈ ഖബർസ്ഥാനിലും പരിസരങ്ങളിൽ കിടക്കുന്ന ഞങ്ങളെ ബന്ധപ്പെട്ട എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാ. നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ലക്ഷോപലക്ഷമാളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ ഇവിടെ കൂടിയ ഞങ്ങളെ, ഞങ്ങളെ ഭാര്യമാരെ, ഞങ്ങളെ മക്കളെ, ഞങ്ങളെ മാതാപിതാക്കളെ, ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ, സഹോദര സഹോദരിമാരെ കൂട്ടിയാൽ നിനക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് റബ്ബേ? ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാ. ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. സ്വർഗത്തിൽ ഞങ്ങൾക്ക് കാണണം, അവിടുന്ന് സംസാരിക്കണം, അവിടെ സല്ലപിക്കണം. അതിന് നീ തൗഫീഖ് നൽകണം അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين وبحق صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. നമ്മുടെ സെക്രട്ടറി പുറത്തെടുത്ത് കാണാൻ മറക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു.